നമസ്കാരം, ലാലൂർ ദേവസ്ഥാനം എന്നാണ്. ആഹ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയണത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ല. എന്നാലും ഇത് ഒരുപാട് പേർക്ക് ഒരുപാട് തവണ പറയേണ്ട ഒരു ബുദ്ധിമുട്ട് മാനിച്ചാണ് ഈ ഒരു ഇത്. അതായത് ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് സമയപരിധി ഉണ്ട്, ഒരുപാട് പേർക്ക് കോളിന് മറുപടി പറയണം, വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക് മറുപടി പറയണം, അതിനിടയിൽ പൂജയുണ്ട്, പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോണതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. അതിൻ്റെ ഒരു ആ സമയപരിധി ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വീഡിയോ ആക്കി ഇടുന്നെന്ന് മാത്രം. അപ്പോൾ ഇത് പലർക്കും ആവശ്യമുള്ളവരുണ്ട്, ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേർക്ക് അയച്ചു തുടങ്ങുകയാണ്. അപ്പോൾ അയച്ചു തുടങ്ങുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഇടുമ്പോൾ എല്ലാവർക്കും ആ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ പിന്നെ ആ പ്രശ്നം തീർന്നുല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും സംശയമായിട്ട് വരും, അപ്പോഴും നമ്മൾ മറുപടി പറയണം. എന്നാലും ഇതൊന്നും എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ലാലൂർ ദേവസ്ഥാനത്ത് നിന്ന് ഒരു ലോക്കറ്റ് അയക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതായത് ചോദിച്ചവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള യന്ത്രത്തിൽ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച്, അതായത് പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് പല രീതിയിലുള്ള മന്ത്രങ്ങൾ ജപിച്ച് അശ്വരോട ഹോമമൊക്കെ ചെയ്ത്, ഗണപതി ഹോമമൊക്കെ ചെയ്ത്, അത്രയ്ക്കും ആ ഒരു ശക്തിപൂർവമായിട്ടുള്ള ശക്തിയൊക്കെ ആവാഹിച്ച് സ്വാമിയുടെ സാന്നിധ്യമൊക്കെ ആവാഹിച്ചിട്ടുള്ളൊരു ലോക്കറ്റാണത്. ഇതൊരു രക്ഷയായിട്ടാണ്. ഇനിയിപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ധരിക്കാൻ പാടുമോ, സ്ത്രീകൾക്ക് ധരിക്കാം. പിന്നെ ഇത് ഇനി ഊരി വെക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. രക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും രക്ഷയ്ക്കായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഊരി വെക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ താലി ചെയിൻ ഊരി വയ്ക്കുന്നുണ്ടോ? താലി ചെയിൻ അത്രയ്ക്കും പുണ്യമാണ്. അറിയാവുന്നവർക്കറിയാം, താലി എന്ന് പറയുന്നത് അത്രയ്ക്കും പുണ്യമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ ഊരി വയ്ക്കുന്നുണ്ടോ? അതുപോലെയൊക്കെ തന്നെയാണ് ലോക്കറ്റ് നമുക്ക് എപ്പോഴും രക്ഷയ്ക്കായിട്ടാണ് നമ്മൾ ഈ ലോക്കറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണമുണ്ട്. അപ്പോൾ അത് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊടുക്കണം അവർക്ക്. അപ്പം ഇനി പറഞ്ഞു വന്നത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം, ഇനി സ്ത്രീകൾക്ക് പുറത്തായ സമയത്ത് അതൊന്നും ഈ ലോക്കറ്റിനെ ബാധിക്കുന്നില്ല എന്ന്. അതുപോലെ ആണുങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് ഇപ്പോൾ ഒരു പ്രത്യേക വൃദ്ധമോ കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ ഒരു രക്ഷയ്ക്കായിട്ടാണ്. അപ്പോൾ അതിനൊന്നും ഒരു വൃദ്ധങ്ങളും കാര്യങ്ങളൊന്നും എടുക്കേണ്ടതായിട്ടില്ല. അതും കൂടി ഇതിൻ്റെ ഒപ്പം പറയണമെന്ന് മാത്രം. അപ്പോൾ ഇത് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് നമ്മൾ ഒരു പാക്കറ്റിൽ അയച്ചു കൊടുക്കണം. ഈ അയച്ചു കൊടുക്കുന്ന ആ പാക്കറ്റിനകത്ത് ഒരു വാഴയിലയുടെ ഇലച്ചീന്തലാണ് നമ്മൾ ഈ ഒരു പുഷ്പങ്ങളും അക്ഷതവും ഒക്കെ ആയിട്ടാണ് ലോക്കറ്റ് ഒരു ബോക്സിലാക്കി അയച്ചു കൊടുക്കുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വിളി വരും, ഇത് എന്താ ചെയ്യേണ്ടത്, ഇത് എടുത്തു വയ്ക്കണോ അത് അങ്ങോട്ട് വേണോ? അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോൻ്റെ പ്രാധാന്യം. അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഒരു അക്ഷതവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ വെക്കണോണ്ട് വിരോധമില്ല. അല്ല എങ്കിൽ നിങ്ങൾക്ക് അത് സൂക്ഷിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് പലർക്കും പല സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരും വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം ഈ അയക്കുന്നത് തന്നെ ഒരു അതർ കാസ്റ്റിൽ പെട്ടിട്ടുള്ളൊരു ആൾക്കാണ്. അപ്പോൾ അവർക്കൊക്കെ പല സംശയങ്ങൾ കാണും, വീട്ടിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം, പിന്നെ പല ആവശ്യങ്ങളാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സൂക്ഷിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എന്തു ചെയ്യാം, ഇത് ഈ അക്ഷതം ഇതിലത്തെ ലോക്കറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഇലച്ചീന്തോട് കൂടിയിട്ട് തന്നെ അതിലത്തെ അക്ഷതം പുഷ്പമൊക്കെ അടക്കം ഇനി വീടിനൊരു രക്ഷയ്ക്കായിട്ട് വീട്ടിൽ ഒരു 4 മൂലയ്ക്ക് നിന്ന്, വീടുണ്ടെങ്കിൽ 4 മൂലയ്ക്ക് നിന്ന് മണ്ണെടുക്കാൻ പറ്റും. ഫ്ലാറ്റാണെങ്കിൽ പറ്റില്ല, അതുകൊണ്ടാണ് പറയണത്. 4 മൂലയ്ക്ക് നിന്ന് 4 സൈഡിൽ നിന്ന് മണ്ണെടുത്ത് ഓരോ നുള്ളും മണ്ണെടുത്ത് ഇതിൽ വെച്ച് ഭക്തിപൂർവ്വം സ്വാമീനെ നമസ്കരിച്ച് സ്വാമിയോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമസ്താപരാധങ്ങളും പുറത്ത് നമ്മുടെ എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ സർവ്വദോഷങ്ങളിൽ നിന്നും, അത് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഓരോ ദോഷങ്ങൾ ഞാൻ പറയുന്നില്ല, സർവ്വദോഷങ്ങളിൽ നിന്നും നമുക്കൊരു വിമുക്തി തന്ന് ഞങ്ങൾക്ക് രക്ഷയായിട്ട് ഭവിച്ചിടണമെന്ന് പറഞ്ഞ് അത് ഒരു ശിവക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് ഇടുക. അത് അപ്പോൾ ചോദിക്കും, ആൾക്കാരൊന്ന് കാണുമ്പോൾ കേട്ട് കഴിഞ്ഞാൽ പലരും പല രീതിയിലായിട്ടാണ് ചിന്തിരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇടുക, പലരും ഇടാറുണ്ട്. അപ്പോൾ അത് പറയണത് അത് ശിവക്ഷേത്രത്തിൻ്റെ, ഞാനിതായിട്ട് പറഞ്ഞല്ല, ശിവക്ഷേത്രത്തിനകത്താണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് അവിടെ എന്തു ചെയ്യുക, അവിടെ ഒരു പാൽപ്പായസത്തിനോ അല്ലെങ്കിൽ ഒരു വിളക്കിനും ധാരയ്ക്കോ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു കർമ്മം കൂടിയൊക്കെ ചെയ്ത് അതിന് വേണ്ടതായിട്ട് പ്രാർത്ഥിച്ച് നമ്മളത് പോരുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യാം, ഇത് ധരിക്കുക. ആദ്യത്തെ തവണ ഒന്ന് കുളിച്ചൊക്കെ ഒരു 1008 തവണയൊക്കെ ജപിച്ച് അണിയുക. അത് ജീവിതകാലം മുഴുവൻ നമുക്ക് രക്ഷയായിട്ട് വരും. ഇനി അത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റഗതിയൊക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് അയച്ച് പൂജിക്കണമെങ്കിൽ പൂജിക്കാം എന്ന് മാത്രം. ഇത് ലൈഫ് ലോങ് ആയിട്ടാണ്. അതായത് നമുക്ക് സർവ്വ ഐശ്വര്യം
ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ലോക്കറ്റാണ്. ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഇതുണ്ട്. ജപിക്കുമ്പോൾ ആ ജപത്തിൻ്റെ ആ ഒരു ചൈതന്യം കൂടി ജപിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പിന്നെ പൂജിക്കേണ്ടതായിട്ടൊന്നുമില്ല. കൃത്യമായിട്ട് ജപിക്കുമ്പോൾ അതിലേക്ക് ചൈതന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഈ നാണയം വെച്ചിട്ടാണ് ഇവിടുത്തെ സാങ്കല്പം, അറിയാലോ. നാണയം കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്താണ് നമ്മൾ ജപിക്കാറ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ ലോക്കറ്റിൽ ചൈതന്യമുണ്ട്. അപ്പോൾ ലോക്കറ്റിനെ പിടിച്ച് നമ്മൾ എന്താ കാര്യങ്ങൾക്കും വേണ്ടി സ്വാമിയോട് പ്രാർത്ഥിക്കാം.